ഇന്ന് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലും കുറേ വിവാദങ്ങളുണ്ടായി. അതായത് സാന്ദ്ര തോമസിൻ്റെ പത്രിക ഭരണാധികാരി തള്ളിയിരുന്നു. 3 സിനിമകൾ സ്വതന്ത്രമായി സംവിധാനം ചെയ്യണം എന്ന് ഒരു നിയമമുണ്ടായിരുന്നു. പക്ഷേ അവർ 2 സിനിമകൾ മാത്രമാണ് സ്വതന്ത്രമായി സംവിധാനം ചെയ്തത്. ബാക്കിയുള്ള 8 സിനിമകളും ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ വിജയ് ബാബുവായി ചേർന്നിട്ടായിരുന്നു. അപ്പോൾ അത് ബൈലോ പ്രകാരം മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് വലിയ വിഷയമായി. പിന്നീട് അത് കോടതിക്ക് വിടുകയും കോടതിയും അത് തള്ളുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശ്വേതാ മേനോനെതിരെ സിനിമയിൽ നഗ്നവേഷത്തിൽ അഭിനയിച്ചു എന്ന പേരിൽ ഒരു കേസ് വന്നിരിക്കുകയാണ്. സിനിമ ശരിക്കും സെൻസർ ചെയ്യപ്പെടുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തൊഴിലാണ് അഭിനയം. അപ്പോൾ അത് കഥാപാത്രം ആവശ്യപ്പെടുന്ന റോളുകളിലേക്ക് അഭിനയിക്കേണ്ടി വരും. പക്ഷേ അതിനെ ഒക്കെ അതൊക്കെ ഒരു കേസാക്കി മാറ്റുന്നു, അത് കോടതിയിൽ വരുന്നു. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇത്തരം കേസുകളോട് എന്താണ് സമീപനം? ഏത് സംഘടനയാണെങ്കിലും ഇപ്പോൾ അത് പ്രത്യേകിച്ച് അമ്മ പോലെയുള്ളൊരു സംഘടന, അതുപോലെ തന്നെ അവരുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നവരുടെ അസോസിയേഷൻ, ഇവരെല്ലാം മാക്ടി ആണെങ്കിലും ഒക്കെ നേരത്തെ അവരുടെ എല്ലാം സംഘടനകളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്വാഭാവികമായും അവരുടെ ബൈലോക്ക് അനുസരിച്ചായിരിക്കും. ഒരു സംഘടനയെ സംബന്ധിച്ച് അവരുടെ ബൈലോ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ കോടതിയിൽ പോകുമ്പോൾ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം തള്ളിയതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോകുമ്പോൾ ആത്യന്തികമായി കോടതി നോക്കുക ആ ബൈലോയിൽ എന്താണോ പ്രൊവിഷൻ പറയുന്നത് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ടാണ് ആ കേസുകൾ വിജയിക്കാതെ പോകുന്നത്. ഉദാഹരണത്തിന് അവർക്ക് എത്ര സിനിമ പ്രൊഡ്യൂസ് ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര സിനിമയിൽ അഭിനയിച്ചാലാണ് അംഗത്വം നൽകാൻ കഴിയുക, മത്സരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നൊക്കെയുള്ളത് അതിൻ്റെ ബൈലോ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ അവരുടെ ജോയിൻറ്റ് പ്രൊഡക്ഷൻ എന്നുള്ളത് അവരത് കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ പ്രൊഡക്ഷൻ ആണെങ്കിലാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ എന്നുള്ള കാറ്റഗറിയിലേക്ക് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവുക. അത് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് അവർക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. പക്ഷേ അവർ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യപരമായി അവർക്ക് കിട്ടേണ്ട അവകാശത്തെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേകമായിട്ടുള്ള പോസ്റ്റിലേക്ക് മത്സരിക്കുമ്പോൾ അത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അതിനൊക്കെ ഓരോ കാറ്റഗറി വൈസ് അവരുടെ ബൈലോയിൽ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മാത്രമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ആരോപണങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ അവകാശത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്നതുമല്ല. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചതിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നവരെ തള്ളണം എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ ഉന്നയിക്കാം, അതല്ലെങ്കിൽ അവർക്കെതിരെ ചർച്ചകൾ കൊണ്ടുവന്ന് സമൂഹത്തിലൊരു അഭിപ്രായം നെഗറ്റീവായി രൂപീകരിക്കാനുള്ള ശ്രമം നടത്താം. പക്ഷെ അതൊന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും അങ്ങനെ FIR എടുത്തതിന് ശേഷം കോടതിയിൽ പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു, കേസെടുക്കാത്തതുകൊണ്ടാണ് കോടതിയിൽ പോയി പരാതി കൊടുത്തത്. കോടതി അത് FIR സ്വാഭാവികമായും കോടതിയിൽ കിട്ടുന്ന ഏതൊരു പരാതിയും അന്വേഷിച്ച് FIR ഇട്ട് അന്വേഷിക്കുക എന്നുള്ളത് ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗം മാത്രമാണ്. അല്ല കോടതി അതിൽ യാഥാർത്ഥ്യമുണ്ടോ യാഥാർത്ഥ്യമില്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല, അതൊക്കെ തെളിവിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പം അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കോടതിയിൽ വരുന്നു, കോടതി അത് പരിശോധിക്കുന്നു, പരിശോധിച്ചതിന് ശേഷം അതിൽ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് കോടതി അന്വേഷണം നടത്താൻ പറയുന്ന ഒരു വിഷയത്തിൽ FIR ഇടാതെ അന്വേഷണം നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിൽ FIR വരുന്നത്. അതിൽ സ്വാഭാവികമായും യാഥാർത്ഥ്യമുണ്ടോ യാഥാർത്ഥ്യമില്ലയോ, അത് നിലനിൽക്കുന്ന കേസാണോ, അതൊക്കെ പിന്നീട് അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് എടുക്കേണ്ട നിയമപരമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ടാണ് ആ കേസിന് കോടതിയിൽ പോവുകയും സ്റ്റേ കെട്ടിവെയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നിയമപരമായി അതിന് സാധ്യത കുറവുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും, ഇല്ലെങ്കിൽ കോടതി സ്റ്റേ ചെയ്യില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും വരുന്ന ആ പ്രക്രിയയിലേക്ക് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്താനുള്ള അവകാശം ഒരു അംഗത്തിനുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് അവരുടെ തെരഞ്ഞെടുപ്പ്, നമ്മൾ സംസാരിക്കുന്ന ദിവസം അവരുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാനും കഴിയില്ല. അതോടൊപ്പം തന്നെ അതിനെ തടസ്സപ്പെടുത്താൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരിട്ട് തടസ്സപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പരോക്ഷമായി തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരാൾക്കെതിരെ
ആരോപണങ്ങൾ ഏത് സംവിധാനത്തിലും ഉണ്ടാകും, അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതല്ലെങ്കിൽ പറഞ്ഞതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും. നിയമപരമായും നിലനിൽക്കില്ല. അതാണ് രണ്ട് കേസിലും ഉണ്ടായിട്ടുള്ളത്. ഒരു കേസിൽ നിയമം ബൈലോൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നു, മറ്റൊന്ന് നിയമപരമായി നിൽക്കാതെ വരുന്നു. അത്രയേ ഉള്ളൂ. അല്ല, ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ പറഞ്ഞതുപോലെ ഇതിനുള്ളിലുള്ളവർക്ക് മാത്രമേ ഇതിൽ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇത് സാധാരണ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആര് ജയിക്കുന്നു എന്നറിയാനുള്ളൊരു കൗതുകം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് വന്നാലും അവരുടെ ഒരു അജണ്ട കാണുമല്ലോ, അത് മാത്രമല്ലേ നിശ്ചയിക്കപ്പെടുകയുള്ളൂ. അല്ല, ഇത് അവരുടെ തെരഞ്ഞെടുപ്പുകളൊന്നും അത്ര വലിയ തരത്തിലൊരു പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നൊരു കാര്യങ്ങളായിരുന്നില്ല ഒരു ഘട്ടത്തിൽ. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ വന്നത് അവിടെ തന്നെ ഭിന്നിപ്പുണ്ടാവുകയും ആ ഭിന്നിപ്പുകൾ ആ സംഘടനയ്ക്കകത്ത് തുറന്നു പറയുകയും സംഘടനക്കകത്ത് പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ അത് പൊതുമധ്യത്തിൽ തുറന്നു പറയുകയും അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഒരു നടിക്ക് നേരിട്ട ദുരനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിലെല്ലാം പിന്നീട് അഭിനേത്രികളായിട്ടുള്ള ആളുകൾ അവർ വേറെ സംഘടന ഉണ്ടാക്കുന്നു, അവർ പല വിഷയങ്ങളും ഉന്നയിക്കുന്നു. അമ്മക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അമ്മയിലെ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഭരണസമിതിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഭരണസമിതി തന്നെ രാജിവെച്ച് പോകുന്ന സാഹചര്യമുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. അവർ അഡ്ഹോക് കമ്മിറ്റി വെക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്, പ്രത്യേകിച്ച് താരസംഘടന എന്ന നിലനിൽക്ക് അവർക്ക് കിട്ടുന്ന ഒരു പൊതു മധ്യത്തിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് ഇതൊരു വലിയ വാർത്തയാകുന്നത്. ഇല്ലെങ്കിൽ അതിന് വാർത്താ പ്രാധാന്യം എത്ര ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അതെ, പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ താരങ്ങളുടെ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി, അവരുടെ ലോബികൾ, ഇപ്പോൾ മട്ടാഞ്ചേരി ലോബി എന്നൊക്കെ പറയുന്ന പോലെ ലോബികൾ, ഇതൊക്കെ ഇവരെല്ലാം ഒരുമിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കേസുകളും മറ്റുമൊക്കെ ഈ അവരുടെ വഴിക്ക് തന്നെ വരുന്നൊരു ഇതായിട്ടാണ് കേരളീയ പൊതുസമൂഹത്തിന് തോന്നുന്നത്. ആ ഒരു പൊതുസമൂഹത്തിലൊരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ മീനു മുനീറിൻ്റെ കേസിനും സംഭവിച്ചതാണ്. ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിപ്പോൾ അവരിപ്പോൾ ചെന്നൈയിൽ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ലോബികളെല്ലാം വിചാരിക്കുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും സാമ്പത്തികമായി വലിയൊരു ഉന്നമനമുള്ള ടീമാണെങ്കിൽ ഈ കേസുകൾ അവർക്ക് അനുകൂലമായല്ലേ വരാറുള്ളത്. അതിലൊരു പൊതു വിഷയം പരിഗണിക്കേണ്ടത്, ഇപ്പോൾ ഒരു തെറ്റായ പ്രവർത്തനം, അതല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ, അതിൽ കുറച്ച് പേർ ചേർന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ചേർന്നുകൊണ്ടൊരു പ്രവർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരതിൻ്റെ ഭാഗമായി മാറുന്നു. പക്ഷെ പിന്നീട് അതിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വിഭിന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയും അവർ ആ ആദ്യത്തെ തീരുമാനത്തിനെതിരായി വരികയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നങ്ങളായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതൊക്കെ ഏതാണ്ട് സമാനമായ രീതിയിലാണ്. ഒരു വിഭാഗം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊരു വിഭാഗം ആദ്യം കൂടെ നിൽക്കുകയും പിന്നീട് അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ തരത്തിലുള്ള പല പല ആരോപണങ്ങളാണ്. അതായത് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ പിന്നീട് രണ്ടായി പിളർന്ന് അവർ പല ഘടകങ്ങളായി മാറി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സാക്ഷിമൊഴി കൊടുക്കുമ്പോൾ അതിനെ തുടർന്ന് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. സാക്ഷിമൊഴി കൊടുക്കുന്നതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ തരത്തിൽ വരുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും സെൻസേഷണലായി അവരുടെ തെരഞ്ഞെടുപ്പ് മാറുന്നത് ആ വിഷയമുള്ളത് കൊണ്ടാണ്. ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നതിനെ അഡ്രസ്സ് യഥാർത്ഥത്തിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ തർക്കങ്ങളെല്ലാം കൂടുതൽ നിലനിൽക്കുന്നത്. അത് പരിഹരിച്ചു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.